ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂര മീൻകറിയാണ്. ചൂര മുളകിട്ട് വറ്റിച്ചത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 350 ഗ്രാം ചൂര മീനാണ്. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ട് നമ്മൾ 10ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 4 അല്ലിയോളം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്കിതെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കാം. നമുക്കിതോടൊപ്പം തന്നെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ഒരുക്കി വയ്ക്കാം. ഞാനിവിടെ 4 അല്ലി കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തോട്ട് മീൻ ചട്ടി വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിനൊപ്പം പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളക് 1ഓ 2ഓ, മീൻ എന്തുമാത്രമുണ്ട് അതിനനുസൃതമായിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്യാത്തത് മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇതിൽ ആഡ് ചെയ്യാത്തത്. നമുക്ക് നന്നായിട്ട് ഇതിനെ വാട്ടിയെടുക്കാം. ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ ഉള്ളിക്ക് പകരം സവാള ചേർത്താലും കുഴപ്പമില്ല. ഉള്ളി വെച്ച് മീൻകറി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി രുചി കൂടും. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് മീൻകറി വയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് സവാള ആഡ് ചെയ്താലും കുഴപ്പമുള്ളതല്ല. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അടിയിൽ പിടിക്കാത്ത വിധം. ഇപ്പോൾ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വാടിയിട്ടുമില്ല. ഒരുപാട് വാടിപ്പോയി കഴിഞ്ഞാൽ മീൻകറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് അത്യാവശ്യം മാത്രം വാട്ടിയെടുക്കുക. നമുക്കിതിലോട്ട് മീനിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം നമുക്കിതിലോട്ട് ഇവിടെ വീട്ടിൽ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 3/4 സ്പൂൺ മുളക് പൊടി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ 3/4 സ്പൂൺ മല്ലിപ്പൊടി തന്നെയാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കായപ്പൊടി മീൻകറിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് കായപ്പൊടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കുമ്പോൾ മീൻകറിക്ക് ഒരുപാട് ടേസ്റ്റ് കൂടും. നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇനി മീൻകറി വയ്ക്കുമ്പോൾ കായപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കൂ. നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് മൂത്ത് പോകരുത്, കാരണം ഒരുപാട് തീ വന്നു കഴിഞ്ഞാൽ ഇത് മൂത്ത് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ പുളി കഴുകിയ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് പുളിയും വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. മീനിന് ആവശ്യമായിട്ടുള്ള വെള്ളം അത് നിങ്ങൾക്ക് മീനിൻ്റെ അളവനുസരിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇതിന് ശേഷം നമുക്കിതിലോട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാശ്മീരി ചില്ലിക്ക് അധികം എരിവില്ല, പക്ഷേ മീൻ കറിക്ക് നല്ല കളറ് കിട്ടും, ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതിലോട്ട് മുന്നേ പൊടികൾ ഇട്ട കൂട്ടത്തിൽ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് പുളി ഇട്ട ശേഷം അതിലോട്ടായാലും കാശ്മീരി ചില്ലി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരുക്കി വെച്ചിട്ടുള്ള മീനിനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മീൻ ഉടയാത്ത രീതിയിൽ പതുക്കെ വേണം ഇതിലോട്ട് ആഡ് ചെയ്യാൻ.
മീനെല്ലാം ചേർത്ത ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായി ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീൻ ഉടയാത്ത രീതിയിൽ പതുക്കെ വേണം ഇതിനെ ഒന്ന് അനക്കി കൊടുക്കാനായിട്ട്. ശേഷം നമുക്ക് ഇതിനെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. 10 to 15 മിനിറ്റാണ് മീൻ കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് മീൻ വേവായ ശേഷം മൂടിക മാറ്റി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം വേണം നമുക്കിതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്. ഇത് മീൻകറിയുടെ രുചി കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും. ചൂര മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ.